ബീച്ചിലേക്ക് പോകും വഴി ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഏത് കോർണറിൽ പോയാലും കുറേ മുഖം മൂടിയൊക്കെ വെച്ച് മുഖം മറച്ച് ലോഡഡ് ഗണ്ണുമായിട്ട് പെട്രോളിങ് നടത്തുന്ന പട്ടാളക്കാരെയാണ്. നമ്മൾ ഏത് കോർണേഴ്സിൽ പോയാലും ഏത് റിമോട്ട് ഏരിയാസിൽ പോയാലും ഒക്കെ ഇവർ അവിടെ ഇവിടെ എല്ലാം പെട്രോളിങ് നടത്തുന്നുണ്ട്. ആദ്യം അതൊരു പോസിറ്റീവായിട്ട് തോന്നിയെങ്കിലും പക്ഷേ അതിൻ്റെ റിയൽ റീസൺ അറിഞ്ഞപ്പോഴാണ് അതിൻ്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് മനസ്സിലായത്. ഈ മെക്സിക്കോയിലാണ് ഏറ്റവും കൂടുതൽ ഡ്രഗ്സിൻ്റെ ഡീലിങ്സ് നടക്കുന്നത്. ഇവിടെ നിന്ന് കയറ്റി അയക്കാറുണ്ട്, ഇവിടെ നിന്ന് ഇമ്പോർട്ട് എക്സ്പോർട്ട്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ. അതായത് വലിയ വലിയ ഡ്രഗ് മാഫിയാസാണ് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ റിമോട്ട് ഏരിയാസിലോ അങ്ങനെയുള്ള ഒരു സ്ഥലത്തും വെച്ച് ആരെങ്കിലും അപരിചിതരെയോ അങ്ങനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാലോ നമ്മുടെ അടുത്തൊന്ന് സംസാരിക്കാൻ വന്നാലോ നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നല്ലാതെ ഒരിതില്ല. കാരണം അവരുടെ കൂട്ടത്തിൽ നമ്മളെയും ഇവർ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മളും അറസ്റ്റ് ചെയ്യപ്പെടും എന്നതാണ് അതിലുള്ള പ്രധാന കാര്യം. ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഒരാൾ ബാഗൊക്കെ ഇട്ടുമെന്ന് ഞങ്ങൾ സംസാരിക്കാൻ വന്നിരുന്നു. ഞങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അയാൾ പിന്നെയും നമ്മളോട് സംസാരിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ തന്നെ പെട്രോളിങ്ങിന് ജീപ്പിലൂടെ പോയ 2 പട്ടാളക്കാർ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ മെക്സിക്കൻസ് അല്ല എന്നവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകും. പിന്നെ പോർട്ടിൻ്റെ പരിധി ആയതുകൊണ്ട് ഇതുപോലെ ലീവ് ഇറങ്ങിയതാകും എന്നവർ വിചാരിച്ച് കാണും. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കേട്ടിട്ടുള്ളത് റിമോട്ട് ഏരിയാസിൽ നമ്മൾ അപരിചിതരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുകയോ ഇല്ലെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഇങ്ങനെ മിങ്കിളായിട്ട് നിൽക്കുന്നുണ്ടാൽ ഒരു പക്ഷേ ഡയറക്റ്റ് ഷൂട്ടൗട്ട് വരെ നടന്നിട്ടുള്ള കേസുകളുണ്ട് എന്ന് നമ്മൾ ഡ്രൈവറോട് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് മാക്സിമം ഇങ്ങനത്തുള്ള കേസുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യാം. അതുപോലെ തന്നെ റിമോട്ട് ഏരിയാസിൽ പോകാതിരിക്കാം എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് എത്തി. ബീച്ച് ഏകദേശം നല്ല ദൂരമുണ്ട്. ബീച്ച് സൈഡ് ഉച്ചയായതിനാൽ വളരെ സഞ്ചാരികളുടെ കുത്തൊഴുക്കൊന്നുമില്ല. അതുമാത്രമല്ല നല്ല വെയിലാണ്. വൈകിട്ടാണ് ഇവിടെ ഏകദേശം ഷോപ്പുകളും എല്ലാം ഓപ്പണായി സഞ്ചാരികളെല്ലാം ഇവിടേക്ക് വരുന്നത്. എന്നാലും നമ്മൾ വന്ന സമയം ഇതായതുകൊണ്ട് ബീച്ച് സൈഡും അതുപോലെ തന്നെ ഇവിടുത്തെ സിറ്റിയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്നുള്ള രീതിയിൽ ഡ്രൈവറിനടുത്ത് ഒരു സ്പോട്ട് പറഞ്ഞ് അവിടേക്ക് നിർത്താനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞ സ്പോട്ടായപ്പോഴത്തേനും ഡ്രൈവർ വണ്ടി ഒതുക്കാൻ ഒരുങ്ങി. അതുപോലെ തന്നെ സിറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങളും ഒരുങ്ങി.